ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമുക്ക് ജലദോഷമായിട്ടാണ് നമ്മളെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പം പിച്ചച്ചട്ടിയായി ഗൈസ്, പാപ്പരാസിയായി ഗൈസ്. വീണ്ടും പണ്ട് കാർ ബൈക്ക് വീടിന് വീട് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാപ്പരാസി ആയിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഈ ബൈക്ക് വരെ EMI ആണ്. എൻ്റെ പെട്രോൾ അടിക്കുന്ന കടയിൽ വരെ നമ്മൾ കടം പറഞ്ഞ് വെച്ചേക്കുകയാണ്. ആ കടയിൽ 3000 രൂപയുടെ പറ്റ് തീർക്കാനുണ്ട്. അങ്ങനെ ഭീകര സംഭവങ്ങളാണിപ്പം ഗൈസ്. ഈ പൊക്കോയ നമ്മളെ ഇനി ഇട്ടേക്കുന്ന ഡ്രസ്സും കൂടെ ഉള്ളു ഗൈസ് സ്വന്തം എന്ന് പറയാം. ഗൈസ്, നമ്മളിതാ ഇപ്പം നേരെ പമ്പിലോട്ട് വേണം. ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫോർ റൈഡിങ് സേഫ്റ്റി. നമ്മളിപ്പോൾ പമ്പിലെത്തിയിട്ടുണ്ട്. പെട്രോൾ അടിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി നമ്മൾ പമ്പിൽ കാശ് കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇപ്പം ചെറിയൊരു ജോബൊക്കെ ഉണ്ട്. അത് വേറൊരു കാര്യം. പറ്റൊക്കെ ഞാൻ തീർത്ത്. അത് നിങ്ങളെ നമ്മളെ ഭയങ്കര പാപ്പരാസിയാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മളിപ്പോൾ നേരെ നമുക്ക് സൈറ്റിലൊരു പണിയുണ്ട്. നമ്മളിപ്പോൾ കോൺട്രാക്ടർമാരുണ്ടല്ലേ, എന്തിനാ പറയുമല്ലേ, സൈറ്റ് ഉണ്ടല്ലോ, സൈറ്റ് പണി എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് സൈറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ പണിയെടുക്കുന്നത്. നമ്മൾ കാട്ടിൽ കൂടെയൊക്കെ ഷോർട്ട് കട്ട് പിടിച്ചാണ് പോണത്. നമ്മളിതാ എത്താറായിട്ടുണ്ട്. വാവ്, ഇനി റോട്ടിൽ കൂടെ പോയാലേ ഒക്കൂ, അല്ലെങ്കിൽ മുതലാളി പെടലി അടിച്ച് തിരിയും. അതുകൊണ്ട് നമുക്ക് നേരെ കൂടെ പോകാം. സൈറ്റ് എത്തിയിട്ട് കാണാവേ. അപ്പോൾ നമ്മളെ വണ്ടിക്കൂട്ടാനെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ സൈറ്റിൽ ഓടിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ JCB കൂട്ടാനെയാണ്. മാസാണ് കേട്ടോ JCB. കിടിലം വണ്ടിയാണ്, നല്ല സ്മൂത്താണ് ഓടിക്കാൻ. ഭയങ്കര സ്മൂത്താണ്. ഭയങ്കര പാടാണ് ഓടിക്കാൻ. സ്മൂത്ത് എന്നൊക്കെ തള്ളി വിട്ടേണ്. നല്ല കഷ്ടപ്പാടാണ് ഓടിക്കാൻ, പക്ഷേ ഭയങ്കര ഒരു ഫീലാണ്, നമുക്ക് രസമാണ്. പാടുപെട്ടാലും നല്ലൊരു ഫീലാണ് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഈ മണലെല്ലാം കോരി അവിടെ കൊണ്ടിട്ടിടണം. അപ്പോൾ നമുക്ക് ഇട്ടുകൊടുത്തിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് മണൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് പൊടിയുണ്ട്, അതൊക്കെ ഒന്ന് തട്ടിക്കളയട്ടെ. എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് മണൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുതലാളിയുടെ അടുത്ത് പോയി കാശ് വാങ്ങിക്കണം. കാശ് വിളിച്ച് ചോദിച്ചാൽ മതി, അയച്ചു. ഇതാരാന്ന് വന്നേക്കുന്നതെന്ന് അറിയാവോ ഗൈസ്? നമ്മളെ സൈറ്റിൻ്റെ ഓണറാണ് ഗൈസ്. ഇതാണ് പുള്ളിക്കാരൻ്റെ വണ്ടികൾ. ഏതാ മുതൽ? കറുത്ത റോൾസ് റോയ്സാണ്, അടിപൊളി ഗൈസ്. പുള്ളിക്കാരൻ നമ്മളെന്തെങ്കിലും പറയുന്നുണ്ട് എന്നൊക്കെ. ഇവിടെ മക്കളെ, ഇന്നോവ ഒന്ന് ഇങ്ങോട്ട് നീക്കിയിടോ. ശരി സാർ. ഓ ഗൈസ്, നമ്മൾ ഈ ഇന്നോവ എടുത്ത് അങ്ങോട്ട് നീക്കിയിടാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നോ, ഇന്നോവയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറുണ്ട്. കൊള്ളാം വണ്ടി. നമ്മളെ ഒക്കെ ഫുൾ ചെയ്ത് മോഡിഫൈഡ് ഇന്നോവല്ലേ ഓടിച്ചിട്ടുള്ളൂ. നമുക്ക് നമുക്ക് റോൾസ് റോയ്സ് കൂടെ എടുത്ത് അങ്ങോട്ട് നീക്കിയിടാം. കളവാൻ തിരിഞ്ഞൊക്കെയാണ്, പെട്ടെന്ന് ചെയ്യട്ട്. എൻ്റെ പൊന്നു തോന്നുന്നു. നമ്മളങ്ങനെ നീക്കിയിട്ടുണ്ട്. അണ്ണാ സാർ നീക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ അങ്ങനെ നമ്മൾ നീക്കിയിട്ടു. നമ്മൾ ജയിച്ചു. ഇന്ന് നമ്മൾ ഇങ്ങേരടുത്ത് പോയി സോപ്പിട്ടടുത്ത് നിന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ടിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എമൗണ്ട് കുറച്ച് കൂടുതലാണ് കിട്ടിയത്. കാരണം നമ്മളിന്ന് കുറേ സമയം ജോലി ചെയ്ത്. എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8 മണിക്കൊക്കെയാണ് നമ്മൾ ഇറങ്ങിയ. എന്നിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണിയൊക്കെ ആയി. നേരെ കിട്ടുന്നതിനും നമ്മൾ വീട്ടിലോട്ട് എത്തിയാണ്. 8 മണി തൊട്ട് 5 മണി വരെയൊക്കെ നമ്മൾ പണി ചെയ്ത്. ഇന്നാണ് കൂടുതൽ ചെയ്ത.
മുതലാളിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇത്തിപ്പാണി കൂടുതൽ നമ്മളങ്ങ് എടുത്തു. 30,000 രൂപയാണ് ഗൈസ് കിട്ടിയത്. ചില്ലറ പൈസ ഒന്നുമില്ല, 30,000 രൂപ. അത് പിന്നെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടു, JCB ഓടിച്ചു, അങ്ങനെ കുറേ പണികൾ നമ്മൾ ചെയ്തു. പിന്നെ അങ്ങനെ അപ്പം എന്താ നമുക്കിനി ഈ സിറ്റിയിലിപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ കൊടുക്കായിട്ടിട്ടുണ്ട്. നമുക്ക് പോയി ഒരെണ്ണം വാങ്ങിക്കണം. കാർ തന്നെ വേണം. നമുക്ക് മാത്രമാണ് ഇവിടെ കാറില്ലാത്ത. റോട്ടിൽ കൂടെ പോണവന്മാർക്ക് ഒരേ കാറുണ്ട്. സെക്കൻഡ് ഹാൻഡ് കാറാണ് കൊടുക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് ഒന്നുമില്ല, തേർഡ് ഓണർഷിപ്പൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഒരു തേർഡ് ഓണർഷിപ്പാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ അതിനുള്ള കെൽപ്പേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി ഈ വീട്ടിലാണ് കേട്ടോ ഉള്ളത്, ഈ വീടിൻ്റെ ബാക്കിൽ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മൾ വണ്ടിയുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മളെ റിവ്യൂൽ ചെയ്തില്ല, സ്കോർപ്പിയോയാണ് സാധനം. എന്നാലും എനിക്കിഷ്ടപ്പെട്ട വണ്ടി, കുഴപ്പമില്ല. ഇതാണ് ഐറ്റം. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം. ഇതൊക്കെ ചോദിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കൊള്ളാം, പെർഫോമൻസ് ഉണ്ട്, കുഴപ്പമില്ലാത്ത. ഇത് ടയറൊക്കെ മുതുക്കളും ടയറും ടൈപ്പ് കുഴപ്പമില്ല. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. നമ്മൾ ഇതൊന്നും അല്ലല്ലോ ഓടിച്ചിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. എങ്കിലും വണ്ടി കൊള്ളാം. 30,000 രൂപയ്ക്ക് ലാഭമാണ് ഗൈസ്. 30 അല്ല, കൂടെ ഒരു 50,000 ഒക്കെ ആവും. ഇത് തേർഡ് ഓണർഷിപ്പൊന്നും അല്ല ഗൈസ്. നമ്മൾ 4th ഇതിൻ്റെ ഓണർ. 4ാമത്തെ വണ്ടിയാണ് ഇതിൽ ഉപയോഗിച്ച്. 5-8 ആക്സിഡൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വണ്ടിയിൽ. അതൊന്നും നല്ല വില കുറവിനാണ് കൊടുക്കുന്നത്. ഇതെന്തോ ആർക്കും അങ്ങോട്ട് ഈ വണ്ടി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ വണ്ടി ഓടിച്ചവരൊക്കെ പറയുന്നത് ബാധ കയറിയ വണ്ടിയിൽ ബാധ. അവന്മാരൊക്കെ ഇത്രയും തള്ളു കാണിക്കുന്നവന്മാരെ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കെന്തായാലും അപ്പോൾ കയറിയിട്ട് വണ്ടിയുടെ പേപ്പറൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പേപ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ആ വണ്ടി നമ്മളെ സ്വന്തമാണ്. നമ്മൾ തൽക്കാലത്തേക്ക് അവരുടെ അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ വെച്ചേ, നമ്മളെ ബൈക്ക് നമ്മൾ പിന്നെ ആളെ വിട്ടടിപ്പിക്കാൻ ബൈക്ക്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴേലും വന്നെടുക്കാം. വണ്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പൊടിയും പറ്റാതെ ചെയ്യണേ. കുറച്ച് നമുക്കപ്പം എന്തായാലും ഈ വണ്ടി എടുത്ത് കുറച്ചൊന്ന് വിലസണം. ഇടിലും വണ്ടി തന്നെയെങ്കിലും അടിപൊളി സാധനം. ഇപ്പം രാത്രിയാവും കേട്ടോ, പെട്ടെന്ന് ഇരുട്ടും. നമ്മളെന്തായാലും പോവാം. ഗൈസ്, ഈ വണ്ടിയിലങ്ങോട്ട് കയറി ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരിയൊക്കെ നമ്മളെ ചുറ്റുമൊക്കെ ഉള്ള ഇതൊക്കെ ഒരുമാതിരിയൊക്കെ ഒന്ന് ഭയങ്കര ഫോഗിയായി ആകാശമൊക്കെ. എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ കുറേ ദൂരം എത്തിയിട്ടുണ്ട്. വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്, രാത്രിയായി. ഗൈസ്, നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ആരൊക്കെ ഫാൻസി ഡ്രസ്സ് കളിച്ച് അവിടെ നിന്ന് 2 പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. അറിയമാര് അയ്യേ നാണന്മാരുമില്ലേ. ഇതാരെങ്കിലും നോക്കട്ടെ. അയ്യോ തുറക്കിട്ട് പൊട്ടിക്കാവന്മാരിട്ട് പോടാ ചാവ് ചന്തു പോ. എന്തൊരാ പ്രാതം. അയ്യോ പ്രേതം വണ്ടി കയറ്റി കൊല്ല. പോടാ പ്രേതമേ. അയ്യോ ഇവിടെ നിന്ന് ഇനി ഇത് ചത്തില്ലെങ്കിൽ മുങ്ങാം. ചതില്ല ഗൈസ്, വണ്ടി എടുത്തോട്ട് വരുന്നത്. എനിക്ക് പേടിയാന്നുണ്ട്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വിലകളെ. എന്താ പോവുകയാണ് ഗൈസ്. ഇതിനുള്ള കൂടാത്ര വണ്ടി തന്നെ. ഈ വണ്ടി എടുത്തപ്പോഴാണ് ഇത്രയും എനിക്ക് ശല്യങ്ങൾ വന്നത്. അയ്യോ വീട്ടിലോട്ട് കയറുന്നത് സേഫല്ല, വീടിൻ്റെ തന്നെ ഉണ്ട്. വണ്ടി കൺട്രോൾ ഇല്ല. അയ്യോ 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 ചേട്ടാ, അയ്യോ സോറി ചേട്ടാ. എങ്ങനെ ഇരിക്കണം ചേട്ടാ, വണ്ടി കൺട്രോൾ ചെയ്ത് ചേട്ടാ. ചേട്ടാ അയ്യോ ചേട്ടാ
ചേട്ടാ ഞാനല്ല ഗൈസ് ഞാനല്ല ഗൈസ് ഇപ്പോൾ വണ്ടി കൺട്രോൾ ചെയ്യുന്ന ഗൈസ് ദേവൻ ഗൈസ് ഈ പണി ചെയ്തോണ്ടിരുന്ന ഗൈസ് ഞാനല്ല ഗൈസ് ഓ ഗൈസ് പേടിയാന്ന് ഗൈസ് വണ്ടി ട്രെയിൽ പാളത്തിൽ കൂടെ കൊണ്ടുപോകണം ഗൈസ് ഇത് എന്താണ് ഗൈസ് എനിക്ക് ഒന്നും പിടിയിട്ടില്ല കേട്ടോ. എൻ്റെ പൊന്നോ ഉമ്മ ഇതെന്താണിത് ഗോസ്റ്റ് പിടിച്ച വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയിൽ നിന്ന് ഇപ്പം ചാടിയാൽ ചത്ത് തന്നെ. അയ്യോ പോവുകയാണ് ഗൈസ് എനിക്ക് പേടിയാവുന്നുണ്ട് നല്ല രീതിയിൽ. അയ്യോ എന്തിനും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന്. അയ്യോ ഗൈസ് എൻ്റെ മനസ്സെല്ലാം കൂടെ നെഞ്ചൊക്കെ കിടന്ന് പടപട ഇടിയാണ്. ഇവിടെ നിന്ന് വളയ്ക്കാൻ പറ്റുമോ ഗൈസ്? വളയ്ക്കാനൊന്നും പറ്റുന്നില്ല ഈ വണ്ടി. ഇത് നേരെ അങ്ങ് ഫോക്കസ് ചെയ്ത് വീണു. ഗൈസ് എനിക്കൊരു മാതിരി ഗൈസ് ഞാൻ മരിച്ചു. അയ്യോ ശുഭദിനം.